വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ മേക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഈ ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഫ്ലവർ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് നമുക്ക് മേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ നാടൻ ഫ്ലവർ ഉണ്ടാവില്ല, റോസ് ഫ്ലവർ ഉണ്ടല്ലോ, എന്താ പറയുക, ഇതുപോലെയുള്ളൊരു ഇതിലുള്ള റോസ് ഫ്ലവർ അതുപോലെയാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുക കേട്ടോ, ഉണ്ടാവുക. ഇങ്ങനൊരു ഇതിലിങ്ങനെ ജസ്റ്റ് ഒരു കൂർത്ത പോലെയുള്ള ഇതിലുകളൊക്കെ ആയിട്ടുള്ള ഫ്ലവർ. അപ്പം നമുക്കിത് മേക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഏത് റിബൺ വേണമെങ്കിലും എടുക്കാം, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇതിലാവുമ്പോൾ കുറച്ചുകൂടി ഷൈനിങ്ങിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ATM കാർഡായാലും മതി. ഇതുപോലെ 10 തവണ ചുറ്റി എടുത്തതിന് ശേഷം 2 എൻഡൊന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര ഇതളുകൾ വേണോ അത്ര ഇതൾ 10 തവണ എന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ 10 തവണയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ പിറകിലോട്ട് എടുത്തിട്ടൊന്ന് മുന്നിലോട്ട് വെക്കുക. അതെ, വളരെ സിമ്പിളാണ്. ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ആ എൻഡ് ഭാഗം നമുക്കൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് ഇതളുകളാക്കി വെക്കണം. അതാണ് നമുക്ക് ഈ ഒരു വർക്കിൽ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തിരിക്കുന്ന പീസുകളൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസുകളെയും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അടുത്തടുത്തായിട്ട് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈഡിൽ മാത്രം കുറച്ച് ഗ്ലൂ കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ പെറ്റൽസും ലെവലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിന് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ചെയ്തെടുക്കാൻ പറ്റും. വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ഫ്ലവർ പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിലായിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഫ്ലവർ വേസിലൊക്കെ നമുക്ക് പല കളറിൽ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഒറ്റൊരു കളറിലുള്ള ഫ്ലവർ അല്ലാതെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കളറിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്ലവർ വേസിലൊക്കെ വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ ഒരു ഫ്ലവറിൽ തന്നെ ഡിഫറെൻറ്റ് കളറായിട്ടും കൊടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ ഞാനൊരു പോളൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പോളനെ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ചുറ്റി എടുക്കാം. ഇനി നിങ്ങൾക്ക് പോളൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ഈർക്കിളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ വീട്ടിലും ഈർക്കിൾ എന്നാണ് നമ്മൾ പറയാറ്. ആ ഒരു സാധനം, ഓലയുടെ നടുക്ക് വരുന്ന ഭാഗം, ആ ഒരു സാധനം വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുത്താലും മതി. അതായത് ആ മുകളിൽ കാണാത്ത രീതിയിൽ ചുറ്റിയെടുത്താലും മതി കേട്ടോ. പോളൻ വെക്കണമെന്നില്ല. അപ്പോൾ കാണാനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ആ ഒരു ഫ്ലവർ മാത്രമായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് കുറച്ച് ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വരെ ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാവും കാണാൻ. അപ്പോൾ ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ ഫ്ലവറാണിത്. എന്താ പറയുക, നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് അങ്ങനെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ വീട്ടിൽ എന്താ പറയുക ഷോക്കേസിലുള്ള ഫ്ലവർ വേസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തോട്ട് ഞാൻ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ താഴെ വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, ഒരു പച്ച കളറിലുള്ള ഭാഗം, അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നമ്മുടെ പോളൻസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ആ ഒരു ഭാഗം, ആ ഗ്രീൻ കളറിലുള്ള ഒരു ഭാഗം കൂടി ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഫ്ലവർ മാത്രമേ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരുപാട് ഫ്ലവർ മേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവർ വേസിൽ വെച്ച് കൊടുത്താൽ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫ്ലവർ വേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ പുതുതായിട്ട് ചാനൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിതേ ഒരു ഫ്ലവർ പോട്ടിൽ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെന്താ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു പുതിയ ഐറ്റമായിട്ട് കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ സേഫ്. ബൈ ബൈ. താങ്ക് യു.